അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താണെന്നറിയോ, ആ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ കറക്റ്റ് ചെയ്യുന്നു. പക്ഷേ അപ്ലോഡ് ചെയ്തപ്പോൾ കുറച്ച് ഭാഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പിന്നെ വീഡിയോ ഇല്ല, സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്താ അങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ സാധാ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുന്ന പോലൊക്കെ തന്നെ ചെയ്തത്, പിന്നെ എന്താണെന്നറിയില്ല. അപ്പോൾ ഇത് അനിയത്തിൻ്റെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അത് അങ്ങനെയായി. അപ്പോൾ ഇന്നലത്തെ വീഡിയോ പിന്നെ ഞാൻ അത് പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് അത് ഒരു ഇത്തിരി ഭാഗമേ വീഡിയോ ആയിട്ട് കാണാറുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്താ വെറും എൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അനിയത്തിൻ്റെ വീട്ടിലേക്ക് ഇന്നലെ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഡ്രസ്സ് എടുക്കാണ്ട് എടപ്പാൾ പോയപ്പോൾ പെട്ടെന്നാണ് റബി മോൻ അവിടെ നിന്ന് വെച്ച് കണ്ടത് കേട്ടോ. അപ്പോൾ റബി പിടിച്ച പിടിയാലൊക്കെ കൊണ്ടുപോയതാട്ടോ അങ്ങോട്ട്. ഇനി ഇവിടെ ഒരു ദിവസം നിന്നിട്ട് നാളെ രാവിലെ അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ പിന്നെ എന്തായാലും നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ അനിയത്തിൻ്റെ വീട്ടിലാവാമെന്ന് വിചാരിച്ചു. ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉമ്മ പിന്നെ ഇന്നാണ് പിന്നെ അനിയത്തിൻ്റെ വീട്ടിലോട്ട് പോയത്. അവിടെ കാക്കാൻ്റെ മോളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താല്ലേ നമ്മൾ ഈ നോമ്പും കാര്യങ്ങളും നല്ല ഈ റമദാൻ മാസത്തിൽ തന്നെ ഇപ്പോൾ എത്ര കൊലപാതകങ്ങളായി നമ്മൾ കേൾക്കണില്ലേ. ഒന്നെങ്കിൽ ഇല്ലേ ഈ MDMA-യും ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് എത്ര കൊലപാതകങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഇനിയും കേട്ടുകൊണ്ടേയിരിക്കും. കാരണം ചെറിയ കുട്ടി മുതൽ പ്രായമുള്ള ആളുകൾ വരെ ഇപ്പോൾ ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ മുഴുവനായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. എന്താണെന്ന് പറയാം, നമ്മളെ മക്കളും വളർന്ന് വരികയാണ്, നമുക്കും മക്കളുണ്ട്, മക്കളുണ്ട്. പെൺകുട്ടികളാകുമ്പോൾ പിന്നെ നമ്മൾ വീട്ടിലിട്ട് വളർത്താമെന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയും. പെൺകുട്ടികൾ പിന്നെ പുറത്ത് അങ്ങനെ നമ്മൾ കറങ്ങിത്തിരിയാൻ നമ്മളെങ്ങനെയാണോ നമ്മളെ മക്കളെ വളർത്തുന്നത് അതേപോലെ ആവും പെൺകുട്ടികളുടെ സ്ഥിതി. പക്ഷേ ആൺകുട്ടികൾ അങ്ങനെയല്ലല്ലോ. ആൺകുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞാൽ അവർ പുറത്ത് പോകേണ്ട ആളുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവരുടെ വീട്ടിൽ ഒതുക്കി നിർത്താൻ പറ്റില്ല. പക്ഷേ പെൺകുട്ടികളെ നമുക്ക് നമ്മളെ കൺട്രോളിൽ നിർത്താം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര സമയത്ത് വീട്ടിൽ വരണം, പഠിക്കാൻ പോയിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഇത്ര സമയത്ത് വീട്ടിലെത്തണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടികളെ നമുക്ക് നമ്മളെ കർശനമായ ഇതിൽ നിർത്തും. പക്ഷേ ആൺകുട്ടികളെ നമുക്ക് അതിന് പറ്റൂല. അപ്പം നമ്മൾ ആൺകുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ നമുക്ക് പേടിയാണ്. ഇന്നത്തെ ഈ അവസ്ഥയിൽ നമുക്ക് പേടിയാണ്. എന്താണ് ഏതാണ് ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയല്ലേ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങളുണ്ട്. പിന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടാണ്, ആഫാൻ്റെ ഉമ്മാൻ്റെ ഒരു വീഡിയോ. എൻ്റെ മകനെ രക്ഷിക്കണം, എൻ്റെ മകൻ മാത്രമേ ഉള്ളൂ. ആ ഉമ്മ പറയണത് ഒട്ടും ശരിയല്ല കേട്ടോ. പിന്നെ പോരാത്ത അവർക്ക് വീട് കൊടുക്കുക, അങ്ങനെ കൊടുക്കുക എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഈ കൊലപാതകങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രേരണയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അഫാനിക്കാണെങ്കിലും സന്തോഷമാണ്, ഇത്രയും കൊല്ലം ജയിലിൽ ഇറങ്ങിയില്ല, അപ്പീലിനും ഇതിനൊക്കെ പോയാൽ രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ. ഉമ്മ അങ്ങനെ കരഞ്ഞ് കാലി പിടിച്ചാലൊക്കെ രക്ഷപ്പെടുത്തും എന്നുള്ളൊരു പ്രതീക്ഷ അവനും ഉണ്ടാവും. അപ്പോൾ അതിനൊന്നും ഇട കൊടുക്കാതെ കടുത്ത ശിക്ഷ തന്നെ ഇങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കണം. പിന്നെ ഈ ഒരാൾ ഇങ്ങനെ ഒരു ശിക്ഷ അനുഭവിച്ചെന്ന് മറ്റൊരാൾ അറിയുമ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനെ ഒരു കുറ്റം ചെയ്യാൻ പേടിയുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു കടുത്ത ശിക്ഷ കൊടുക്കണം. അപ്പോൾ അഫാൻ്റെ ഉമ്മാൻ്റെ ഭാഗത്ത് ഇതിലൊരു ന്യായമില്ല കേട്ടോ. സ്വന്തം മകന് ഇത്രയും ലക്ഷക്കണക്കിന് റുപ്യ കടം വാങ്ങി കൊടുക്കുമ്പോൾ ഈ ഉമ്മ ആലോചിക്കേണ്ടത് എന്തിനാണ് വാങ്ങിക്കൊടുക്കുന്നത്, ഇതെന്തിനാണ് ഈ പൈസ മകൻ ഉപയോഗിക്കണതെന്നും കൂടി ഉമ്മ അറിയണമായിരുന്നു. മേലെ കടം വെച്ചിട്ടാണ് ഇപ്പോൾ ആ ഉപ്പാൻ്റെ ഒരു അവസ്ഥ നോക്കിക്കുക. ആ ഉപ്പ ഒരു പാവം തെരുവിൽ നടക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല. അയാളുടെ കണ്ണീരാണ് കേട്ടോ, സത്യസന്ധമായ കണ്ണീര്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിതൊക്കെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമ്മളെന്ന് നമ്മളെ വിശേഷങ്ങൾ പറയുമ്പോൾ നമ്മളെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളോടും കൊണ്ടും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തണമല്ലോ. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അത് അനിയത്തിൻ്റെ വീഡിയോയിൽ നിങ്ങൾ ബാക്കിയുള്ള വിശേഷങ്ങളും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ചില ആളുകൾ കളറൊക്കെ ഉറങ്ങിയിട്ട് അഭിനയിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അനിയത്തി വീഡിയോ എടുക്കുന്ന സമയത്ത് കുഞ്ഞാറ്റൊക്കെ കളറൊക്കെ അഭിനയിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും നല്ല കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താൻ പറയുകയൊക്കെ ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. എൻ്റെ ഈ കുഞ്ഞ് ചാനലിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം അതിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും നമ്മളെ എല്ലാ മക്കളെയും എല്ലാ ഉമ്മമാരെയും എല്ലാ ഉപ്പമാരെയും എല്ലാവരുടെയും പടച്ചോന് കാത്ത് രക്ഷിക്കട്ടെ അല്ലേ. ഇവിടെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നൊക്കെ നമ്മളെ മക്കളെ നല്ല മക്കളാക്കിയിട്ട് പടച്ചോന് ആക്കി തരട്ടെ. അവരുടെ മനസ്സിന് ഒരു ചീത്ത വിചാരങ്ങളും ചിന്തകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പടച്ചോനെ എത്തിപ്പിച്ച് തരട്ടെ. അപ്പോൾ എൻ്റെ മോനോടൊക്കെ ഞാൻ പറയലുണ്ട്, സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആരെങ്കിലും മിഠായി തന്നാലും അങ്ങനെ തന്നാലും ഒന്നും വാങ്ങരുതെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അവന് അതേപോലെയൊക്കെ ചെയ്യാറുണ്ട്, ആരുടെ അടുത്തൊന്നും വാങ്ങാറില്ല. അപ്പോൾ എല്ലാ മക്കളോടും നമ്മൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുക. ആരെങ്കിലും സ്നേഹത്തോടെ മിഠായി തന്നാലോ ഒന്നും വാങ്ങാനൊന്നും നിൽക്കണ്ടെന്ന് അവരോട്